2 मिनट बस, हो गया सैफ सर केयरफुल 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നതുപോലെ 6 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് നടൻ സെയ്ഫ് അലി ഖാൻ സേഫായി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ വാർത്ത കേട്ട് സന്തോഷിക്കുകയാണ് ആരാധകർ. എന്നാൽ പക്ഷേ ഒരാഴ്ച മുൻപ് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ വീടിനുള്ളിൽ വെച്ച് അക്രമിയുടെ കുത്തേറ്റത് വളരെ ഞെട്ടലോടെയാണ് ആരാധകർ ഒന്നടങ്കം കേട്ടത്. ആശുപത്രിയിൽ നിന്നും സെയ്ഫ് അലി ഖാൻ ഇന്നലെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. 6 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഇന്നലെ നടൻ ആശുപത്രി വിടുന്നത്. മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ സെയ്ഫ് അലി ഖാൻ മുംബൈയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. എന്നാൽ പക്ഷേ വീഡിയോ വൈറലായതോടുകൂടി സെയ്ഫ് അലി ഖാന്റെ അതിവേഗത്തിലുള്ള റിക്കവറിയാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായതും സർജറികൾ നടന്നതുമായ ശരീരമാണ് സെയ്ഫ് അലി ഖാന്റേതെന്ന് തോന്നുകയില്ല എന്നാണ് ഈ വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകളൊക്കെ. മേജർ സർജറി കഴിഞ്ഞ് വരുന്ന രോഗിയെ പോലെ സെയ്ഫ് അലി ഖാനെ കാണുമ്പോൾ തോന്നുന്നില്ല എന്നും യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടില്ലേ എന്നുമെല്ലാം കമന്റുകൾ നിറയുകയാണ്. ചർച്ചകൾ നടക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലാകെ. ജീൻസ് ധരിച്ച് വൈറ്റ് ഷർട്ട് ടക്കിൻ ചെയ്ത് കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സ്റ്റൈലായി നടന്നു വരുന്ന സെയ്ഫ് അലി ഖാനെയാണ് വൈറൽ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. കയ്യിലും കഴുത്തിലുമൊക്കെ പക്ഷേ ബാൻഡേഡുകൾ ഒട്ടിച്ചിരിക്കുന്നതും കാണാം. എന്നാൽ പക്ഷെ ഒരു ഹീറോയെ പോലെ സ്മാർട്ടായി തന്നെ നടന്നാണ് സെയ്ഫ് അലി ഖാൻ തന്റെ വസതിയിലേക്ക് കയറിപ്പോകുന്നതെന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആരാധകരെയും മീഡിയയെയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് നടൻ. ബാൻഡേഡും തോളിൽ താങ്ങാൻ ആംപൗച്ച് സ്ലിംഗ് ബാഗും ഒക്കെ ധരിച്ചാകും സെയ്ഫ് അലി ഖാൻ വരികയെന്നാണ് പ്രേക്ഷകരും മാധ്യമങ്ങളും ഒക്കെ കരുതിയത്. എന്നാൽ പക്ഷേ സെയ്ഫ് അലി ഖാൻ ഒന്നും സംഭവിക്കാത്ത പോലെയാണ് നടന്നു പോകുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നന്നായി തന്നെ കാണാൻ കഴിയും. സെയ്ഫ് അലി ഖാൻ സേഫാണെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ലേ? സെയ്ഫ് അലി ഖാന് വേദനയൊന്നുമില്ലേ? ഇതെന്ത് മാജിക് എന്നാണ് ചിലരുടെ കമന്റുകൾ. മാത്രമല്ല ചെറിയൊരു നടുവേദന വന്നതുകൊണ്ട് ശരിക്കും നടക്കാൻ കഴിയാതെ താൻ പാടുപെടുകയാണ്. എന്നാൽ പക്ഷെ ആഴത്തിൽ കുത്തേറ്റ് സർജറിക്ക് വിധേയനായിട്ടും സെയ്ഫ് എന്ത് കൂളാണ്. ആശുപത്രിവാസത്തിന് ശേഷം സെയ്ഫ് കൂടുതൽ ഫിറ്റും ഹെൽത്തിയുമായി ഹീറോ ലുക്കുമായിട്ടുണ്ടെന്നാണ് ഒരാളുടെ കമന്റ്. മാത്രമല്ല സിംഹം നടന്നു വരുന്ന പോലെയുണ്ട് എന്നുള്ള കമന്റുകളും ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ നട്ടലിന് സമീപത്ത് തറച്ച കത്തിയുടെ ഭാഗങ്ങൾ പുറത്തെടുക്കുവാൻ ഒരു ന്യൂറോ ശസ്ത്രക്രിയ നടന്നെന്നും ഇതിനു പുറമെ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി കൂടി നടൻ ഉണ്ടായിരുന്നുവെന്നുമാണ് നേരത്തെ പുറത്തു വന്ന വിവരം. ഒടിഞ്ഞ കത്തിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം പ്രചരിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ബോളിവുഡ് സൂപ്പർ താരമായ സെയ്ഫ് അലി ഖാൻ. വളരെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്റെ ജീവിതത്തിലുണ്ടായത്. അതും ആക്ഷൻ സിനിമയിലെ കഥ പോലെ തന്നെയായിരുന്നു ഒരാഴ്ചക്കിടെയുള്ള സെയ്ഫ് അലി ഖാന്റെ ജീവിതം. ഈ കഴിഞ്ഞ ജനുവരി 16 വ്യാഴാഴ്ച രാത്രി സ്വന്തം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമിയെ നേരിടുന്നതിനിടെയാണ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. അതും 6 തവണ കുത്തേറ്റുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാന്റെയും ഭാര്യ കരീനയുടെയും വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2:30 മണിയോടെ നടനെ കുത്തുന്നത്. 6 തവണയാണ് ഇയാൾ നടനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനുമാക്കി. 6 തവണ നടനെ അക്രമി കുത്തിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. താരത്തിന്റെ മക്കളെ ആക്രമിക്കുവാൻ ശ്രമിച്ച അക്രമിയെ തടയുന്നതിനിടെയാണ് നടന് പരിക്കേൽക്കുന്നത്. ചോര വാർന്നൊഴുകിയ സെയ്ഫ് അലി ഖാനെ ഓട്ടോയിലാണ് കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. 5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയാണ് നടന് നടത്തിയത്. 2 മുറിവുകളുള്ളത് ആഴത്തിലുള്ളതായിരുന്നു. മോഷണ ശ്രമത്തിനിടെ നടനെ കുത്തിയ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയാണെന്നാണ് അറിയുന്നത്. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് എന്നയാളാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. വിജയ്ദാസ് എന്ന വ്യാജപ്പേരിലാണ് ഇയാൾ പക്ഷേ മുൻപേൽ കഴിഞ്ഞിരുന്നത്. സെയ്ഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ, മകൾ സാറ അലി ഖാൻ എന്നിവർ ഉൾപ്പെടെയുള്ള സെയ്ഫ് അലി ഖാന്റെ കുടുംബാംഗങ്ങൾ നടനോടൊപ്പം ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ബോളിവുഡ് ഒന്നാകെ സെയ്ഫ് അലി ഖാനെയും കുടുംബത്തെയും സന്ദർശിക്കുവാൻ ആശുപത്രിയിലേക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുകയും ചെയ്തു. സിനിമകളിൽ ഹീറോ ആകുന്ന സെയ്ഫ് അലി ഖാന്റെ ജീവൻ രക്ഷിച്ച് ഹീറോയായി മാറിയത് പക്ഷേ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഭജൻ സിംഗ് റാണ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴും വാർത്തയാകുന്നത് നടനെ ആശുപത്രിയിൽ എത്തിച്ച ഈ ഒരു ഓട്ടോ ഡ്രൈവറെ പറ്റിയുള്ളതാണ്. കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യ ദിവസം തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർക്ക് പാരിതോഷികം നൽകിയെന്ന വാർത്ത ഇന്നലെ മുതൽ പുറത്തു വരികയാണ്. 11,000 രൂപ ഇദ്ദേഹത്തിന് പാരിതോഷികം ലഭിച്ചുവെന്നാണ് വാർത്തകൾ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങൾ അടക്കം പ്രചരിക്കുന്നതും. അതേസമയം ഇത്രയും ചെറിയ തുകയേ ഉള്ളൂ ജീവൻ രക്ഷിച്ചയാൾക്ക് കൊടുക്കുവാൻ കോടീശ്വരനായ സെയ്ഫ് അലി ഖാൻ എന്ന് തുടങ്ങി നിരവധി പേരാണ് സെയ്ഫ് അലി ഖാനെയും കുടുംബത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കടുത്ത ഭാഷയിൽ തന്നെയാണ് നടന്റെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു കൂട്ടം ആളുകൾ വിമർശിച്ചതും. എന്നാൽ പക്ഷേ സെയ്ഫ് അലി ഖാനോ അദ്ദേഹത്തിന്റെ കുടുംബമോ അല്ല ഈ തുക ഇദ്ദേഹത്തിന് നൽകിയത് എന്നതാണ് യാഥാർത്ഥ്യം. പലരും ഈ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നിട്ടും നടനെയും നടന്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തുകയാണ് ഇക്കൂട്ടർ. അതേസമയം ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കവർച്ച ആക്രമണത്തിൽ സൂപ്പർ താരത്തിന് ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ 16-ാം തീയതി രാവിലെ മുതൽക്കാണ്. ഈ വാർത്ത കേട്ട് സകലരും ഞെട്ടി.
കാരണം എന്തെന്നാൽ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടനാണ് സെയ്ഫ് അലി ഖാൻ. മാത്രമല്ല സ്വന്തമായി നിരവധി സുരക്ഷാ ജീവനക്കാരും ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ മോഷണ ശ്രമം ഉണ്ടാകുന്നു, അത് തടുക്കുവാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു, അതിനിടയ്ക്ക് താരത്തിന് കുത്തേൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും തന്നെ നമുക്കൊന്നും വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമാ താരങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത്രമാത്രം സുരക്ഷയുള്ളോ എന്നായിരുന്നു എല്ലാവരും അപ്പോൾ ചിന്തിച്ചത്. മാത്രമല്ല ഒരുപക്ഷെ ഇതൊരു മോഷണ ശ്രമം മാത്രമായിരുന്നുവോ, ഇനി അഥവാ സെയ്ഫ് അലി ഖാനെ അപായപ്പെടുത്തുവാൻ മനഃപൂർവ്വം ആരെങ്കിലും നടന്റെ വീട്ടിൽ നുഴഞ്ഞു കയറിയതാകുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും നീണ്ടുപോയിരുന്നു. ഒപ്പം തന്നെ വലിയ സെക്യൂരിറ്റി വലയത്തിൽ കഴിയുന്ന VIP ആയ സെയ്ഫ് അലി ഖാന് പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ലേ എന്ന് മിക്കവരും ചോദിച്ചു. മഹാരാഷ്ട്ര ഭരിക്കുന്ന ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുക വരെ ചെയ്തു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധവും ഉയർന്നു വന്നു. സെലിബ്രിറ്റികൾ പോലും ഈ നാട്ടിൽ സുരക്ഷിതരല്ല എങ്കിൽ നഗരത്തിന്റെ ക്രമസമാധാന നില എന്തായിരിക്കുമെന്നാണ് പ്രതിപക്ഷം ചോദിച്ചത്. ആ പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാണ്. അതേസമയം വീട്ടിലേക്ക് ഒളിച്ചു കയറിയ പ്രതി സെയ്ഫ് അലി ഖാന്റെ മകനെ തട്ടിക്കൊണ്ടുപോകുവാനും 1 കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെടാനുമായിരുന്നു നീക്കം. അക്രമിയുമായിട്ടുള്ള കയ്യാങ്കളിക്കിടെയാണ് സെയ്ഫ് അലി ഖാൻ കുത്തേൽക്കുന്നത്. എന്നാൽ പക്ഷേ ഈ സംഘടനകൾക്കൊടുവിൽ പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നടനെ കുത്തിയതിനു ശേഷം കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഓട്ടോയിലാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പക്ഷേ അക്രമിയെ ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ പോലീസ് പിടികൂടിയതും നിർണായകമായിരുന്നു. 6 പരിക്കുകളാണ് സെയ്ഫ് അലി ഖാന്റെ ദേഹത്തുണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സെയ്ഫ് അലി ഖാനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോ ഡ്രൈവറായ ഭജൻ സിംഗ് റാണയാണ്. ചോരയിൽ കുതിർന്ന വസ്ത്രങ്ങളോടെയാണ് താൻ സെയ്ഫ് അലി ഖാനെ ആദ്യം കണ്ടതെന്നും ഓട്ടോയിൽ സെയ്ഫ് അലി ഖാനൊപ്പം മകൻ തൈമൂർ അലി ഖാനും ഉണ്ടായിരുന്നുവെന്നും ഭജൻ സിംഗ് റാണ പിന്നീട് വ്യക്തമാക്കി. ഓട്ടോയിൽ കയറിയപ്പോൾ അത് നടൻ സെയ്ഫ് അലി ഖാനും മകനുമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവരെ തനിക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ സെയ്ഫ് അലി ഖാനെ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. പരിക്ക് പറ്റിയ ആളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ മാത്രമായിരുന്നു അപ്പോൾ തന്റെ ശ്രദ്ധയെന്നാണ് ഭജൻ സിംഗ് റാണ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോഴത്തെ ഭജൻ സിംഗിന് പാരിതോഷികമായി 11,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പണം കൊടുത്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ പക്ഷെ പലരും തെറ്റിദ്ധരിച്ചത് ഇത്രയും ഒരു ചെറിയ തുക ഓട്ടോക്കാരന് നൽകിയത് സെയ്ഫ് അലി ഖാൻ ആണെന്നായിരുന്നു. എന്നാൽ പക്ഷേ സെയ്ഫ് അലി ഖാന്റെ ജീവൻ രക്ഷിച്ചതിന് കൊടുത്ത പണം കുറഞ്ഞു പോയെന്നാണ് പലരും നടനെ കുറ്റപ്പെടുത്തിയത്. ഒന്നുകൂടി അറിയുക, നടനോ നടന്റെ കുടുംബമോ അല്ല ഇയാൾക്ക് പണം നൽകിയത്, അത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നൽകിയത്. എന്നാൽ പക്ഷേ വരും ദിവസങ്ങളിൽ സെയ്ഫ് അലി ഖാനും കുടുംബവും ഓട്ടോ ഡ്രൈവർക്ക് അർഹമായ പാരിതോഷികം നൽകണമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുകയാണ്. ബാന്ദ്രയിലെ വസതിയിൽ വെച്ച് അക്രമിയിൽ നിന്നും ഗുരുതര പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയ്ക്ക് 11,000 രൂപയും പൊന്നാടയും സമ്മാനിച്ചത് പക്ഷേ സാമൂഹിക പ്രവർത്തകൻ ഫൈസാൻ അൻസാരിയാണ്. യാതൊന്നും പ്രതീക്ഷിച്ചല്ല സെയ്ഫ് അലി ഖാനെ സഹായിച്ചതെന്നും സംഭവം വലിയ വാർത്തയായതോടുകൂടി വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ തന്നെ ഓർത്തിപ്പോൾ അഭിമാനിക്കുന്നുണ്ടെന്നും റാണ പറയുകയുണ്ടായി. ഭജൻ സിംഗ് റാണയുടെ ആത്മാർത്ഥത കണ്ടിട്ടാണ് ഇങ്ങനെയൊരു പാരിതോഷികം നൽകണമെന്ന് താൻ തീരുമാനിച്ചതെന്നാണ് ഫൈസാൻ പ്രതികരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സെയ്ഫ് അലി ഖാനെ സഹായിച്ചത്, താൻ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് റാണ പറഞ്ഞത്. താൻ നല്ലൊരു കാര്യം ചെയ്തുവെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ തനിക്ക് വലിയ സന്തോഷവുമുണ്ട്. വീട്ടിൽ എല്ലാവർക്കും തന്നെ ഓർത്ത് അഭിമാനമുണ്ടെന്ന് പറയുന്നു. ഇതിൽ പരം സന്തോഷം തനിക്ക് വേറെ ഇല്ലല്ലോ എന്നാണ് റാണ പറയുന്നത്. അതേസമയം ദേശീയ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ സംഭവത്തെക്കുറിച്ചും റാണ വിശദീകരിച്ചിരുന്നു. ഈ കഴിഞ്ഞ 15 വർഷമായി ഇതേ വഴിയിൽ പതിവായി രാത്രിയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് താൻ. അപ്പോഴാണ് ആ ഒരു കെട്ടിടത്തിന്റെ ഗേറ്റിനപ്പുറത്തു നിന്നും ഒരു സ്ത്രീ വാഹനത്തിനായി നിലവിളിക്കുന്നത് കേട്ടത്. അതിലേ പോകുന്ന മറ്റു വണ്ടികളൊക്കെ നിർത്താതെ പോവുകയായിരുന്നു. അപ്പോൾ നിലവിളി കേട്ട വണ്ടി യു ടേൺ എടുത്ത് അവരുടെ അരികിലേക്ക് താനെത്തി. എന്തോ അടിപിടി കേസാണെന്നാണ് താൻ ആദ്യം കരുതിയത്. അവിടെ ഒരാൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ 4-5 പേരുമുണ്ടായിരുന്നു. അവർ താങ്ങിപ്പിടിച്ച ആ മനുഷ്യനെ ഓട്ടോയിൽ കയറ്റി. അപ്പോൾ അത് ആരാണെന്നൊന്നും തനിക്ക് മനസ്സിലായില്ല. അയാളുടെ കഴുത്തിൽ നിന്നും നടുവിൽ നിന്നുമൊക്കെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. 7 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും കുറച്ചു മുതിർന്ന ഒരു പുരുഷനുമായിരുന്നു അപ്പോൾ ഒപ്പം വന്നത്. ഓട്ടോയിൽ കയറുന്നതിന് മുൻപ് കുറച്ചുപേർ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നടി കരീനയെ കണ്ടതായി താൻ ഓർക്കുന്നില്ല എന്നും റാണ പറഞ്ഞു. അതേസമയം തന്നെ 2 ദിവസങ്ങൾക്ക് മുൻപ് മൊഴിയെടുക്കുവാനായി റാണയെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. സെയ്ഫ് അലി ഖാന്റെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നും ഇതുവരെ ഫോണിൽ പോലും ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും മൊഴി നൽകിയതിനു ശേഷം റാണ മാധ്യമങ്ങളോടും പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം സെയ്ഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ തന്നെ വിളിച്ചിട്ടേയില്ല എന്നാണ് ഭജൻ സിംഗ് മാധ്യമങ്ങളോട് പറയുന്നത്. അതേസമയം പോലീസ് വിളിച്ചപ്പോൾ ബാന്ദ്രയിലെ പോലീസ് സ്റ്റേഷനിൽ താൻ പോയിരുന്നു. ആ സംഭവം നടന്ന ദിവസം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു താൻ. സെയ്ഫ് അലി ഖാൻ ചോരയിൽ കുളിച്ചാണല്ലോ തന്റെ വണ്ടിയിൽ കയറിയത്. അപ്പോൾ അദ്ദേഹത്തെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമാണ് തന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പൈസ വാങ്ങുന്ന കാര്യമൊന്നും താൻ ആലോചിച്ചില്ല.
പൈസ വാങ്ങിയതുമില്ല, അവർ തനിക്ക് കണ്ടറിഞ്ഞ് തന്നതുമില്ല എന്നുകൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവത്തിനു ശേഷം വേറെ ആരും തന്നെ വിളിച്ചിട്ടുമില്ല. കരീനയും കുടുംബത്തിലെ ആരും തന്നെ ഫോണിൽ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയായി റാണ പറയുന്നത്. അതേസമയം കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ് സെയ്ഫ് അലി ഖാനും കരീനയും. എന്നാൽ പക്ഷേ കുത്തേറ്റ ദിവസം സ്വന്തം കാറിൽ സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിൽ പോകാൻ കഴിഞ്ഞില്ല. താരത്തിന്റെ ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞ് അന്നേരം മടങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം വൈകിയാൽ ജീവന് പോലും ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉടനെ തന്നെ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് എത്തുവാൻ തീരുമാനിക്കുന്നത്. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സെയ്ഫ് അലി ഖാൻ പുതിയ സെക്യൂരിറ്റി ഏജൻസി വെച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.